കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയന്റെ ഭരണം കൊണ്ട് കേരളത്തിലെ മുസ്ലിം വിഭാഗങ്ങൾക്ക് ഉണ്ടായ ഒരു കനത്ത നഷ്ടമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ കലാരൂപം. 10 വർഷം മുമ്പ് വരെ വളരെ സുലഭമായി നാട്ടിൽ കണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കലാരൂപമാണ് ഇത്. ഒരു ഭാഗത്ത് മുസ്ലിം ലീഗ് പാർട്ടിയും മറുഭാഗത്ത് മഹല്ലിലെ വിശ്വാസി വിഭാഗങ്ങളും അണിനിരന്നുകൊണ്ട് ഇരു വിഭാഗങ്ങൾ നടത്തിയിരുന്ന ഒരു തരം കലാപരിപാടിയാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ട ഈ കലാപരിപാടി. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി KM ഷാജി സൂചിപ്പിച്ചതും അത് തന്നെയാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷം അധികാരത്തിലുള്ളതുകൊണ്ട് മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ട പലതും തിരിച്ചു പിടിച്ചു വകവെച്ചു കൊടുക്കാനാണ് UDF വീണ്ടും അധികാരത്തിൽ വരുന്നത് എന്നതാണ്. അങ്ങനെ UDF അധികാരത്തിൽ വന്നാൽ പുനരാരംഭിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കലാരൂപമാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടത്. AP വിഭാഗം സുന്നികളാണ് ഈ കലാപരിപാടിയിൽ വളരെ കൂടുതലായി കഴിഞ്ഞ കാലങ്ങളിൽ മുസ്ലിം ലീഗിനോടൊപ്പം പങ്കെടുത്തത്. അങ്ങനെ 10 വർഷം മുമ്പ് വരെ വളരെ ഭംഗിയായി മുസ്ലിം ലീഗ് അവതരിപ്പിച്ചിരുന്ന ഈ കലാപരിപാടി ഇപ്പൊ 10 വർഷമായി ഒരിടത്ത് പോലും ആ കലാപരിപാടി അവതരിപ്പിക്കാൻ മുസ്ലിം ലീഗിന് അവസരം കിട്ടിയിട്ടില്ല. അത് കേരളത്തിലെ പോലീസിന്റെ മികവ് തന്നെയാണ്. ഇത്തരം കലാപരിപാടികൾ അവതരിപ്പിച്ചാൽ കൃത്യമായ പോലീസ് നടപടിയെടുക്കുകയും പക്ഷപാതിത്വമില്ലാതെ നിഷ്പക്ഷമായി പോലീസ് നിലപാട് സ്വീകരിച്ച് യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ മുസ്ലിം ലീഗ് താരതമ്യേന പതുക്കെ ഈ കലാപരിപാടിയിൽ നിന്ന് പിൻവാങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അന്ന് AP വിഭാഗത്തെയാണ് വേട്ടയാടിയിരുന്നത് എങ്കിൽ ഇനി മുസ്ലിം ലീഗ് UDF അധികാരത്തിൽ വന്നാൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ഉമർ ഫൈസി മുക്കം, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് തുടങ്ങിയിട്ടുള്ള സമസ്തയിലെ ലീഗ് വിരുദ്ധ പക്ഷം എന്ന് പറയുമ്പോൾ യഥാർത്ഥ സമസ്തക്കാരായിട്ടുള്ള പണ്ഡിതന്മാരുടെ അണികളായി പ്രവർത്തിക്കുന്ന യഥാർത്ഥ സമസ്തയുടെ പ്രവർത്തകരെ EK വിഭാഗത്തെ ആയിരിക്കും തീർച്ചയായിട്ടും കൂടുതലായും ആക്രമിക്കുക. ഒപ്പം തന്നെ AP വിഭാഗത്തെയും ആക്രമിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആധിപത്യം സ്ഥാപിക്കുകയും മതസ്ഥാപനങ്ങളെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് വോട്ടിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന മുസ്ലിം ലീഗ് പാർട്ടി മുസ്ലിം സമുദായത്തിന് വേണ്ടി അധികാരത്തിൽ വന്ന് വീണ്ടെടുത്ത് പുനഃസ്ഥാപിച്ച് യഥാവിധി നടപ്പിലാക്കി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കലാപരിപാടിയാണ് ഈ കണ്ടത്. ഈ പരിപാടിയെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിച്ച കേരള യാത്രയുടെ സമാപന വേദിയിൽ വെച്ച് പ്രസംഗിച്ചത്. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ വർഗീയ കലാപങ്ങളില്ല. അതോടൊപ്പം തന്നെ സാമുദായിക സംഘടനകൾ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിലെ അവാന്തര വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷവും ഇല്ലാതാക്കിയത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ പോലീസ് നയത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് മറന്നുപോയാൽ ഈ ദുരന്തം വീണ്ടും ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും.